إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا وإن الله غفور رحيم. സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീടും കുടുംബവും അതിലുള്ള അംഗങ്ങളെല്ലാം പരസ്പര സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും ദീനിനോട് താൽപ്പര്യമുള്ളവരും ആയിക്കൊണ്ട് ജീവിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ഏറെ വലുതാണ്. ദീനീ ചിട്ടയും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മക്കൾ മാതാവിനെ പിതാവിനെ അനുസരിക്കുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും കുടുംബത്തിലെ കാര്യങ്ങൾ കുട്ടികളുടെ പ്രായമനുസരിച്ചുകൊണ്ട് ദീനീ ബോധത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്യുക എന്നത് ഒരു കുടുംബത്തിന് വലിയ സമാധാനമുള്ള കാര്യമാണ്. ആ കുട്ടികൾ വിദ്യാഭ്യാസപരമായി ഏത് നിലവാരത്തിലേക്ക് ഏത് മേഖലകളിലേക്ക് പ്രവേശിച്ചാലും ഈ ഒരു അവസ്ഥ ആ കുട്ടികളിൽ ആ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കുടുംബത്തെ നമ്മൾ വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമാണ് കാണുക. ഇത് ഇസ്ലാം അങ്ങേയറ്റം താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കുടുംബവും, പ്രത്യേകിച്ച് ഞാൻ രണ്ടാമതും ഈ ഒരു വിഷയം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കാരണം, നമ്മളെല്ലാവരും, നമ്മുടെ കുട്ടികളുള്ള എല്ലാവരും അവരുടെ പഠന മേഖലകളെ തിരഞ്ഞെടുക്കുന്ന, വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കുന്ന
മുതിർന്ന കുട്ടികളാണെങ്കിൽ ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന, കുറച്ച് ബോധമുള്ള രക്ഷിതാക്കളാണെങ്കിൽ അതിനൊക്കെ പല ഏജൻസികളുമുണ്ട്. അവരെ സമീപിച്ച് തൻ്റെ കുട്ടിക്ക് ഏത് കോഴ്സാണ് നല്ലത് എന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഇത്തരം ഏത് കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതാണ്, ആവശ്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്ത പോകുമ്പോൾ തന്നെയും ആ തെരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയും പഠനവും ആ കുട്ടിക്കും നമുക്കുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ അതോടൊപ്പം നമ്മൾ കൊണ്ടു നടക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ മതപരമായ, ദീനീപരമായിട്ടുള്ള സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുമ്പത്തേതിനേക്കാളൊക്കെ വളരെ സങ്കീർണമായ, പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ വിദ്യാലയങ്ങളും പഠന മേഖലകളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുമായി എത്രമാത്രം, നമ്മുടെ മക്കളുമായി എത്രമാത്രം നമുക്ക് സ്നേഹബന്ധത്തിലൂടെയും ഫ്രണ്ട്ഷിപ്പിലൂടെയും അവരുമായുള്ള നല്ല സമ്പർക്കത്തിലൂടെയും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞ് എവിടേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്തിക്കാൻ കുട്ടികളുമായി അത്തരത്തിലുള്ള നല്ല സഹവാസത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അടിച്ചും ഭീഷണിപ്പെടുത്തിയും ദേഷ്യപ്പെട്ടും ബഹളം വെച്ചും ഒരു കുട്ടിയെയും നന്നാക്കാൻ നമുക്ക് സാധ്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് 7 വയസ്സ് മുതൽ അവരെ നിങ്ങൾ ഉപദേശിക്കണം. 10 വയസ്സായാൽ അവരെ നിങ്ങൾ അതിൻ്റെ പേരിൽ നേരിയ തോതിലുള്ള ശിക്ഷ നൽകുന്നതിന് വിരോധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശിക്ഷയൊക്കെ ആ കുട്ടിക്ക് താൻ ചെയ്യേണ്ടതാണ് എന്ന ബോധം ഉണ്ടാകുന്ന തരത്തിൽ മാത്രമേ പാടുള്ളൂ. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാലയങ്ങളുണ്ട്. ചില രക്ഷിതാക്കളെങ്കിലും, എല്ലാവരെയുമല്ല, കുറ്റപ്പെടുത്തുകയുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാലയങ്ങളുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളുമുണ്ട്. അപ്പോൾ പലപ്പോഴും രക്ഷിതാക്കള് കുറച്ചൊക്കെ ദൂരെയുള്ള ഇതുപോലെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചിലപ്പോൾ സ്കൂൾ വളരെ നല്ലതായിരിക്കാം. നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയങ്ങൾ ഗവൺമെന്റ് തലത്തിലൊക്കെ ഉള്ള കുറച്ച് മോശവുമായിരിക്കാം. ആ മോശം കണക്കിലെടുത്തുകൊണ്ട് കുട്ടികളെ നമ്മൾ രാവിലെ തന്നെ കെട്ടിയൊരുക്കി ബസ്സിൽ കയറ്റി ഈ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതോടുകൂടി കുട്ടികളുടെ ഒരുപാട് സമയമാണ് നഷ്ടപ്പെടുന്നത്. അവർക്ക് മതപഠനം കിട്ടുന്നില്ല, മദ്രസയിൽ പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കുകയും ആ സ്കൂളുമായി നമ്മൾ ബന്ധം നല്ല നിലയിലാക്കുകയും ക്ലാസ് ടീച്ചറുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുകയും അവിടുത്തെ ഹെഡ് മാസ്റ്ററുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുകയും ചെയ്താൽ ആ സ്കൂളിനെ നമുക്ക് തന്നെ നന്നാക്കിയെടുക്കാൻ കഴിയും. കാരണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അധ്യാപകർ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും അവരുടെ കാര്യത്തിലൊക്കെ മാറ്റമുണ്ടാകും. നമ്മളവിടെ PTA പ്രസിഡന്റ് ആകാനോ അല്ലെങ്കിൽ അവരുടെ ഭരണകാര്യങ്ങൾ ഇടപെടാനോ മത്സരിക്കാനോ ഒന്നും നമ്മൾ പോകേണ്ടതില്ല. നമ്മളെ കുട്ടികളുമായുള്ള ബന്ധത്തിൽ അധ്യാപകരുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സഹകരിക്കുക. അങ്ങനെ നമ്മൾ ആ കാര്യത്തെ നന്നാക്കിയെടുത്താൽ
ഗവൺമെൻറ് തലത്തിലുള്ള സ്കൂളുകളാണ് ഏറ്റവും മെച്ചപ്പെട്ട സ്കൂൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അധ്യാപകരായി സെലക്ട് ചെയ്യപ്പെടുന്നവർ പരീക്ഷ കഴിഞ്ഞ്, അതിനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കഴിഞ്ഞ്, കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ്, നെറ്റ് പരീക്ഷ, വലിയ സ്കൂളാണെങ്കിൽ നെറ്റ് പരീക്ഷ കഴിഞ്ഞ്, അങ്ങനെ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് അതൊക്കെ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് അവർ വരുന്നത്. പിന്നെ ഓരോ ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകർക്ക് മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, കോഴ്സുകളുണ്ട്, പരിശീലനങ്ങളുണ്ട്, അതിനെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അൺഎയ്ഡഡ് എന്ന് പറയുന്നത് മറ്റൊരു ജോലി കിട്ടാത്ത, ഈ ഒരു മേഖലകളിലേക്കും എത്തിപ്പെടാത്ത അധ്യാപകരാണ് ചെറിയ ശമ്പളം വാങ്ങി അവിടെ ജോലി ചെയ്തത്. അവരുടെ ജോലി നിലനിർത്താൻ വേണ്ടിയുള്ള, അതുപോലെ മാനേജ്മെന്റിന് കുട്ടികളെ കിട്ടാനുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ചില മത്സരങ്ങളും ചില പൊടിക്കൈകളും ഒക്കെ നടത്തി സ്കൂളിന് പേരും പെരുമയും ഉണ്ടാക്കുക എന്നതിലപ്പുറം നമ്മുടെ കുട്ടികളെ നല്ല നിലയിൽ വളർത്തുക എന്ന കാര്യത്തിൽ പലപ്പോഴും പല മാനേജ്മെന്റുകളും അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് അപവാദമായി സ്കൂളുകൾ ഉണ്ടായിരിക്കാം. എനിക്ക് ഈ നാട്ടിലെ അവസ്ഥ അറിയില്ല, അങ്ങനെയുള്ള നല്ല സ്കൂളുകളൊക്കെ ഉണ്ടായിരിക്കാം. ആ സ്കൂളിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഉള്ളൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മുടെ നാട്ടിലെ സ്കൂളിനെ നന്നാക്കേണ്ടത് നമ്മളാണ്. ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ നമ്മുടെ സ്കൂളാണ്, അതിലെ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിയാണ്. അപ്പം അതുകൊണ്ട് അവിടെ എന്താണോ പോരായ്മയുള്ളത് ആ പോരായ്മ പരിഹരിക്കേണ്ടത് നമ്മുടെ കൂട്ടായ്മയാണ്, രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ്. അങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും സ്കൂളുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയം നമ്മുടെ വീട് പോലെ, നമ്മുടെ സമ്പത്ത് പോലെ, നമ്മൾ സംരക്ഷിക്കുന്ന മറ്റു കാര്യങ്ങൾ പോലെ അതിനെയും സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം, മാൻ പവർ, സാമ്പത്തിക ബാധ്യത വല്ലാതെ വരില്ല. അൺഎയ്ഡഡിലൊക്കെ വലിയ ഫീസ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഫീസ് കൊടുക്കേണ്ടതില്ല, മാത്രമല്ല ഉച്ചയ്ക്ക് ഭക്ഷണവും കിട്ടും. അങ്ങനെയുള്ള പല പരിശീലനങ്ങളുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ വിദ്യാലയത്തെ ആ രൂപത്തിൽ കാണുകയും നമ്മുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയും അവിടെ ശരിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്താൽ മദ്രസയിൽ പഠിക്കാൻ കുട്ടിക്ക് സമയം കിട്ടും, സ്വാഭാവികമാണ്. ആ മദ്രസയിൽ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാരിലും അഥവാ ഇണകളിലും, അത് ഭാര്യമാരോ ഭർത്താക്കന്മാരാരായിരുന്നാലും, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലും, അദുവ്വല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. മക്കളിലും ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ വളരെ കെയർ ചെയ്യണം. ഇത് വിവരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ബോധ്യമാകുന്നത്. മാത്രമല്ല, കുട്ടികൾക്ക് ആ രൂപത്തിലുള്ള ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ പൊതുവെ ശത്രുത എന്നത് വെറും അക്രമമോ മാത്രമല്ല, നമ്മുടെ ദീനീപരമായ കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർ വളരുന്നില്ലെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരു തരം ശത്രുതാ മനോഭാവമാണ്. ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യാണ്. ഫഖദ് അഖ്റജ തുർമുദി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്തത്, അന്ന റജുലൻ സഅലഹു അൻ ഹാദിഹിൽ ആയ, ഈ ഒരാള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ വലിയ മുഫസ്സിറാണല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ആയത്ത് എന്ത് കാര്യത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കണം, ഹഉലായി റിജാലും മിൻ അഹ്ലി മക്ക അസ്ലമു വ അറാദു അൻ യഅ്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅബാ അസ്വാജുഹും വ ഔലാദുഹും അൻ യദഉഹും. കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു, മുസ്ലിങ്ങളായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ദീൻ പഠിക്കുന്ന കാര്യത്തിൽ, അങ്ങനെയുള്ള ദീനീ പ്രവർത്തന കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുന്നതിൽ ഭാര്യമാരും മക്കളും ഇഷ്ടപ്പെട്ടില്ല. അവർ അങ്ങനെ പോണ്ട എന്ന് പറയുന്ന രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടായി. നമ്മളെ സാധാരണ ഇപ്പം നടക്കുന്ന മാതിരി തന്നെ നമ്മളെ മക്കൾ ഒരു MSMന്റെ പ്രവർത്തനത്തിലോ ഒരു ISMന്റെ പ്രവർത്തനത്തിലോ അതിനൊന്നും പോകണ്ട, അതിനൊക്കെ സമയം കളയണ്ട, നിനക്ക് പഠിക്കാനുണ്ട്
അല്ലെ കച്ചവടമുണ്ട് എന്ന് പറയുന്ന ചിലരെങ്കിലും രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനർത്ഥമാണിത്. അപ്പോ ഫലമ്മ അതൗ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മുദ്ദത്തി, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. വറഔ അന്നാസ ഖദ് ഫഖഹു ഫിദ്ദീനി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ സഹവസിക്കുന്ന ആളുകളൊക്കെ ദീനീപരമായി വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു ആകർഷണീയത ഇവർക്ക് അനുഭവപ്പെട്ടു. ഇവർക്കതൊന്നും കിട്ടിയിട്ടില്ല. ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, നബിന്റെ ദീനീ സദസ്സിലൊന്നും പോകാൻ അവർക്ക് സമയമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് അവസരമില്ല. അങ്ങനെ ഐ സബഖൂഹും ബിൽ ഫിഖ്ഹി ഫിദ്ദീനി ലിതഅഖുരി ഹഉലാഇ അനിൽ ഹി, ഇവരതിൽ നിന്നൊക്കെ മാറി നിന്നത് കൊണ്ടാണ് ഇവർക്കതൊന്നും കിട്ടാതെ പോയത്. അപ്പോ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾ ഇത്തരം ആളുകൾ വരാത്തത് അവർക്കൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുക്കണം, ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവരെത്തിയത്. അപ്പൊ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ്. വിശ്വാസികളോടും വഇൻ തഅഫു വതസ്ഫഹു, നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുകയും അവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്ത് വതഗ്ഫിറു, അവർക്ക് നിങ്ങൾ അവർ വന്ന് ചെയ്തു പോയ ആ അപരാധത്തിന് അവർക്ക് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് ഈ ആയത്ത് അള്ളാഹു ആ രൂപത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു അവരെ അവഗണിക്കുകയോ അവരെ ഇവിടെ ഇനി വരാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഒരു പ്രശ്നം, ഇവർ ചെയ്തിട്ടുള്ള ഒരു തിന്മ, അവരുടെ ഭാഗത്ത് നിന്നൊരു പോരായ്മ, അത് എന്നെന്നും നിലനിൽക്കാൻ പാടില്ല. അവർ അത് മതിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റ് സഹാബികളെ പോലെ മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അവർ വരുത്തിയ തിന്മ, അവർ പെരുമാറിയ പെരുമാറ്റം, അത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും അവർക്ക് അള്ളാഹു തൗബ ചെയ്ത് അവരെ തെറ്റുകൾ അവർക്ക് പുറത്തു കൊടുക്കുമെന്നുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ മക്കളുടെ കാര്യത്തിലും നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ദീനീപരമായ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. കാരണം അല്ലാഹ് പറയുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ഇണകളിലും, നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ആ ശത്രുക്കളെ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിലൂടെ സൂറത്ത് അഹ്ഖാഫിലെ 20-ാമത്തെ വചനത്തിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ദീനിനെ അവഗണിച്ചു കഴിഞ്ഞാൽ, മതപരമായ കാര്യങ്ങളെ നമ്മൾ വേണ്ട എന്ന് വെച്ച്, അല്ലെങ്കിൽ അത് അത്രയൊക്കെ മതി, അതൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊള്ളും. ഇപ്പൊ KC അബൂബക്കർ മൗലവി പറയുന്നുണ്ട്, ഒരാൾ സുന്നിയാവണമെങ്കിൽ, അർഹും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, സുന്നിയ ഒന്നും പഠിക്കേണ്ടതില്ല. ഏതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പനയുണ്ടല്ലോ, പനക്ക് നമ്മൾ വളമിടാറില്ല, കൃഷി ചെയ്യാറില്ല, വെള്ളം കൊടുക്കാറില്ല, പന അങ്ങനെ അങ്ങ് വളർന്നത് പനയായി മാറും. ഇതുപോലെ ഒരാൾ സുന്നിയാവണമെങ്കിൽ നാട്ടിൽ എന്തൊക്കെ ആചാരം എന്തൊക്കെ ഉള്ളതനുസരിച്ച് ഇങ്ങനെ ജീവിച്ചാൽ അയാൾ സുന്നിയാണ്. മതപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് ഒന്നും പഠിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് പഠിക്കേണ്ടത്. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ പള്ളിയിൽ കൂടുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്താണ് മതം, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, ഒരു കെയർ ചെയ്തുകൊണ്ടുള്ള, സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമില്ലെങ്കിൽ പിന്നെ വെറും കളിയും തമാശയും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് പോകും. അല്ലാഹു പറയാണ്, ഇഅ്ലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ലഇബുൻ, കളിയാണ്, വലഹുവുൻ, വിനോദമാണ്, വസീനത്തുൻ, അലങ്കാരമാണ്, വതഫാഖുറും ബൈനക്കും, നിങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു പെരുപ്പിക്കുന്ന അഭിമാന ദുരഭിമാനങ്ങളാണ്,
വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളിലുമൊക്കെ വലിയ വർധനവും അങ്ങനെയൊക്കെ വലിയ നിലപാടും അവസ്ഥയും ഉണ്ട് എന്നുള്ള നടിക്കലാണ്. കമസലി ഗൈസിൻ, അത് ഏതുപോലെയാണ്? അതൊക്കെ വലിയ അലങ്കാരങ്ങൾ തന്നെയാണ്, ഇതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് ഏതുവരെയുള്ളൂ? ദീനിനെ അവഗണിച്ചാണ് ഇതൊക്കെ ഈ രൂപത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഒരു മഴ പെയ്തതുപോലെയാണ്. എന്നിട്ടോ ചെടികളൊക്കെ മുളച്ചു. അഴജബൽ കുഫാർ നബാത്തുഹു, മഴ പെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കിടതൂർന്ന് നിൽക്കുന്ന സസ്യലതാദികളെ കണ്ടിട്ട് പച്ച പിടിച്ച് പൂവിട്ട് കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ കൃഷിയിടങ്ങളെ കണ്ടപ്പോൾ നമുക്ക് വലിയ അത്ഭുതമായി, സന്തോഷമായി. സുമ്മ യഹീജു, പിന്നതാ ഇങ്ങനെ തളരാൻ തുടങ്ങുന്നു, വാടാൻ തുടങ്ങുന്നു. ഫതറാഹു മുസ്ഫറ, അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് ഒരു ഭംഗിയില്ലാതെ വാടി കരിഞ്ഞു പോകുന്ന. സുമ്മ യകൂന ഹുതാമ, പിന്നെ അത് ചണ്ടിയായി ചീഞ്ഞു പോകുന്നു. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ഇങ്ങനെയാണ് ദുനിയാവിലെ ലോകത്തെ ജീവിതത്തെ നിങ്ങൾ കാണുന്നതെങ്കിൽ വഫിൽ ആഖിറത്തി, പരലോകത്ത് നിങ്ങൾക്കുണ്ട് എന്ന് മറക്കണ്ട. അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയാണ്. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നൽകിയിട്ട്, മനോഹരമായി ഭൂപ്രദേശത്തെ നമുക്ക് നൽകിയിട്ട്, അവിടെ മഴ പെയ്ത് കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുങ്ങൾക്ക് ആവശ്യമായ ഫലവർഗ്ഗങ്ങൾ നൽകിയിട്ട്, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ട് ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കുന്നതിന് പകരം തോന്നിയതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കഠിനമായ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുക. അല്ല, ഇതിലൊക്കെ ഒരു പുനർചിന്തനമാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ വമഗ്ഫിറത്തും മിനല്ലാഹ്, തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകുന്നതാണ്. വറിദ്വാനും, അവന്റെ സംതൃപ്തിയും പൊരുത്തവും നിങ്ങൾക്കുണ്ടാകും. വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഖുറൂർ, നിങ്ങളെ വഞ്ചിക്കുന്ന കേവലം വിഭവങ്ങൾ മാത്രമാണ്. ദുനിയാവിനെ പറ്റി അള്ളാഹ് പ്രയോഗിച്ചത് മതാഴ്, വിഭവമാണ് എന്നല്ല, ഒക്കെ വിഭവങ്ങളാണ്. പക്ഷെ എന്ത് പറഞ്ഞു? അൽ ഖുറൂർ, വഞ്ചിക്കുന്ന വിഭവങ്ങളാണെന്ന്. ഇതൊക്കെ നമുക്ക് വിഭവങ്ങൾ തന്നെയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ, ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഗഫിൽ പറഞ്ഞില്ലേ, സമ്പത്തും സന്താനങ്ങളുമൊക്കെ സീനത്തുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. അപ്പൊ അത് അലങ്കാരമായി, നമുക്ക് സന്തോഷമായി, നമുക്ക് വലിയ ആത്മസംതൃപ്തിയായി, മറ്റുള്ളവരോടൊക്കെ നമുക്ക് അഭിമാന ബോധത്തോടു കൂടി പറയാൻ കഴിയണമെങ്കിൽ ആവശ്യമായ സന്ദർഭോചിതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകുകയും ആ വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ ദീനീ ചിട്ടയിൽ നിലനിൽക്കാൻ ആവശ്യമായ സപ്പോർട്ടിങ്, അതിനാവശ്യമായിട്ടുള്ള കരുതലുകൾ, ആവശ്യമായ വിദ്യാഭ്യാസങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തെറ്റിപ്പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഒരു ഖത്തീബ്, അയാൾക്ക് ഒരു ഖുതുബ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ മാവൂരടുത്ത് വീട് വെച്ച് താമസിക്കാൻ പോവുകയാണ്. നമ്മളൊരു പള്ളി ദർസിലൊക്കെ പഠിച്ച ഒരു മുസ്ലിയാർ ഖത്തീബ് നമ്മളെ ആദർശത്തിലേക്ക് വന്നിട്ടുള്ള 10-20 കൊല്ലമായി. ഇപ്പോൾ കാസർഗോഡാണ് മക്കൾ അങ്ങോട്ട് കൊണ്ടുവരണം. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സഹിച്ചുകൊണ്ട് ഒക്കെ ഈ നമ്മളെ കൂട്ടത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ്. മുജാഹിദ് ആയതിൻ്റെ പേരിൽ നിലവിലുള്ള ഭാര്യയെ ഒഴിവാക്കേണ്ടി വന്ന, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം +2 20 വയസ്സായ ഒരു മോനുണ്ട്. ഒരു വോയിസ് എനിക്ക് വെറുതെ, എനിക്കെന്താ ഒരു സംസാരത്തിലൊക്കെ ഒരു ഇടർച്ച എന്ന് ചോദിച്ചിട്ട് ഒരു വെറുതെ, അപ്പോൾ അയാൾ പറയുന്നത് ഞാനത് ഓൻ്റെ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നിട്ടതാണ്. അപ്പോൾ വളരെ, അവൻ്റെ ആ വോയിസാണ് എനിക്ക് കിട്ടുന്നത്. വളരെ സന്തോഷത്തിൽ ഉപ്പാനോട് പറയുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഉപ്പയും ദൂരെ കിടക്കുന്ന, കാസർഗോഡ് കിടക്കുന്ന മോനും തമ്മിലുള്ള നിരന്തരമായ ബന്ധം, തൻ്റെ മകൻ ദീനിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്നതിനെ പറ്റിയുള്ള ചിന്ത, അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും വാപ്പയും മകനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഊഷ്മളത, ഈ ഒരു ബന്ധം നമ്മളും മക്കളുമായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇടക്കിടക്ക് അവരോട് സംസാരിക്കണം. നമ്മൾ സാധാരണ പ്രായം കൂടുന്നതനുസരിച്ച് മക്കൾ ഒരു ചെറിയ പ്രായത്തിൽ വല്ലാത്ത സ്നേഹം ഉണ്ടാവും. അതിങ്ങനെ വളർന്ന് ഒരു LKG UKG ഒരു പ്രൈമറി
ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ എത്തുമ്പോഴേക്കും ഉപ്പയും മക്കളും തമ്മിൽ അകലാൻ തുടങ്ങുക. അപ്പൊ ആ അകൽച്ചയില്ലാതെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ടും അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളൊക്കെ അവരുമായി കൂടുതൽ ബന്ധപ്പെട്ട് ഒരു ദീനീപരമായുള്ള ആ ബന്ധം നിലനിർത്താനും കാത്തു സൂക്ഷിക്കുവാനും നമ്മൾ ആ ഒരു 17-18 വയസ്സ് വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നീട് അവരായിക്കൊള്ളൂ അവരുടെ ജീവിതം. പിന്നീട് അവർ തെറ്റിപ്പോവാൻ സാധ്യതയില്ല. ആ ഒരു 20-18 വയസ്സ് വരെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് ഉള്ള അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരോടുള്ള സ്നേഹം നമ്മൾ ദീനീപരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിലാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ബന്ധം നിലനിർത്തി നല്ല നിലയിലുള്ള കുടുംബ ജീവിത അന്തരീക്ഷം സാധ്യമാക്കുകയും നമ്മുടെ മക്കളെ ആ രൂപത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് സലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തൻസ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. നീ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതിലൂടെ എല്ലാം നീ ആഗ്രഹിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, പരലോകത്തെയാണ്. ഇത് ഖാറൂനോടാണ് പറഞ്ഞത്. ഖാറൂൻ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തെ അവഗണിച്ചു. വലാ തൻസ നസീബക മിനദ് ദുനിയ, എന്നാൽ ദുനിയാവിൽ നിനക്ക് കിട്ടേണ്ടതായ വിഹിതങ്ങളും വിഭവങ്ങളും അത് ഈ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല. അത് നിനക്ക് തേടാം, അത് നീ മറന്നു പോകേണ്ടതുമില്ല. ആ രൂപത്തിലാണ് ദീൻ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമുള്ള ഒരു പ്രാർത്ഥന. നബി ഏറ്റവും കൂടുതൽ ദുആ ചെയ്തതാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ, ഫിദ്ദുനിയ, ദുനിയാവിൽ നൽകണമേ, ഹസനത്തൻ, ഹസനത്ത് നല്ലത് നൽകണമേ, വഫിൽ ആഖിറത്തി, ആഖിറത്തിലും നമുക്ക് നൽകണമേ, ഹസനത്തൻ, നല്ലതിനെ നൽകണമേ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. മുൻകാല പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാം. വീട്ടിൽ നിന്ന് വീട്ടുടമസ്ഥൻ, രക്ഷിതാവ് അധ്വാനിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമ്മറത്ത് നിന്നുകൊണ്ട് ഭാര്യ, നിങ്ങൾ പോകുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയാണ്, ആ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന പണത്തിൽ ഹറാമായ ഒന്ന് ഇല്ലാതെ നോക്കണം. കാരണം ഈ ലോകത്തെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുകളും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ആഖിറത്തിലെ ശിക്ഷ ഈ പണത്തിൻ്റെ പേരിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഹറാമിൻ്റെ മുതൽ തിന്നുകൊണ്ട് ആഖിറത്തിൽ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീട്ടുകാരനെ ജോലിക്കയക്കുന്ന വീട്ടുകാരിയുടെ അനുഭവത്തെ സംബന്ധിച്ച് കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതാണ് നമ്മുടെ ഗ്രേഡ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഇതിലൂടെയൊക്കെ ഒരു മാർക്ക് സാധാരണ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മക്കും ഒരു മാർക്ക് ഇടുകയും പിന്നീട് വരുന്ന ഓരോ നന്മകൾക്കും അതിൻ്റെ കൂടെ 0 ഇടുകയും ചെയ്താൽ 10ആയി, 100ആയി, 1000ആയി, 10000ആയി, അങ്ങനെ 0 വലതുവശത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയും ഉയരുകയും ചെയ്യും. എന്നാൽ ആ 1 നഷ്ടപ്പെട്ടാലോ? ആ 1 നമ്മുടെ ദീൻ. ഇടതുവശത്ത് നിൽക്കുന്ന നമ്മൾ എഴുതിയിട്ടുള്ള ആ 1 ദീൻ. ആ 1 എടുത്തു മാറ്റിയാൽ ബാക്കി നമുക്ക് കിട്ടുന്ന എല്ലാം 0കളും വട്ടപൂജ്യമായി മാറുമെന്നുള്ളത് അതിൻ്റെ ആ മൂല്യത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുവാനും ശ്രദ്ധിക്കുവാനും നമുക്ക് സാധ്യമായാൽ
നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന നല്ല ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹിക്കാൻ കഴിയാത്ത കടങ്ങളിൽ നിന്നും ബാധ്യതകളിൽ നിന്നുമൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകി പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏർപ്പെടുന്ന ജോലിയിലും ജീവിത മാർഗങ്ങളിലുമൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നാട്ടിലും പുറത്തുമൊക്കെ ആരെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു മനസ്സമാധാനവും ഐശ്വര്യവും ജീവിതത്തിൽ അഭിവൃദ്ധിയും കുടുംബത്തിൽ സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബും മുജീബുദ് ദഅവാത്ത് വമുൻസിലുൽ ബറകാത്തി വഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.